ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 2024 ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത സിനിമകളിൽ ഒന്ന് തന്നെയാണല്ലോ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം 83 കോടിയിലധികം രൂപയായിരുന്നു സിനിമ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് ആവേശം എന്ന സിനിമയോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് എത്തിയിട്ടും തിയേറ്ററുകളിൽ നേടിയെടുത്തത്. ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ശേഷം സോണി ലെവൽ കഴിഞ്ഞ ദിവസം മുതൽ സ്ട്രീം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. തുടർന്ന് വിനീതിന്റെ സംവിധാനത്തിൽ വൻ താരനിര ഭാഗമായ വർഷങ്ങൾക്ക് ശേഷം ഒരു വൻ തരംഗമാകുന്ന ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഒരു തരംഗം പോസിറ്റീവ് വൈബിലല്ല, മറിച്ച് നെഗറ്റീവ് വൈബിലാണ് എന്ന് മാത്രം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കെല്ലാം തന്നെ അറിയാം, കഴിഞ്ഞ 24 അതിലേറെ മണിക്കൂറുകളിലായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രോളുകളാണ്. അതും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെക്കുറിച്ച്, പ്രധാനമായിട്ടും വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തെക്കുറിച്ച് തന്നെയാണ്. കൂടാതെ സിനിമയുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച്, ഡയലോഗ്സിനെ കുറിച്ച്, ഒപ്പം തന്നെ സീൻ ബൈ സീൻ അളന്നു മുറിക്കുന്ന ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ആകെ മൊത്തത്തിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ട്രോളുകൾ കൊണ്ട് ഒരു വേറെ ലെവൽ തരംഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് സംശയം പറയാം. ഇതിനിടയിൽ പ്രണവ് മോഹൻലാലിനും ഒരുപാട് ട്രോളുകൾ ലഭ്യമാകുന്നുണ്ട്. റിലീസിന് മുന്നേ ഒന്നും തന്നെ പ്രണവിന്റെ ഈ കാണുന്ന വയസ്സൻ ലുക്കിലെ ഒരു ചിത്രം പോലും, സ്റ്റില്ല് പോലും പുറത്തു വന്നിരുന്നില്ല. തിയേറ്ററുകളിൽ കണ്ട പ്രേക്ഷകർക്കെല്ലാം തന്നെ അറിയാം, ആ ഒരു ലുക്കും ഒപ്പം തന്നെ വിഗൊന്നും തന്നെ പ്രണവിന് ഒട്ടും തന്നെ മാച്ച് ആകുന്നില്ല എന്ന്. ഇപ്പോഴത്തെ OTT റിലീസിന് ശേഷം സെക്കൻഡ് ഹാഫിലെ പ്രണവിന്റെ ആ ഒരു വയസ്സൻ ലുക്കൊന്നും തന്നെ ഒട്ടും തന്നെ കൂടുതൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ഇതിനിടയിൽ ഹൃദയം എന്ന സിനിമ ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയേക്കാൾ ഭേദമാണ് തുടങ്ങിയ അഭിപ്രായങ്ങൾ കൂടി വരുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. ഇതൊന്നും കൂടാതെ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു ഗാനമായ ജ്ഞാപകം എന്ന ഗാനത്തിന് മുഴുവൻ ട്രോൾ മഴയാണല്ലോ തിയേറ്റർ റിലീസിന് ശേഷമാണെങ്കിലും ഇപ്പോഴത്തെ OTT റിലീസിന് ശേഷമാണെങ്കിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ട്രോളുകളും വിമർശനങ്ങളെല്ലാം തന്നെ കണ്ട് വിനീത് ശ്രീനിവാസൻ അടുത്ത സിനിമയിലൂടെ നല്ലൊരു തിരിച്ചുവരവ് നടത്തട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. സിനിമയെക്കുറിച്ചുള്ള നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്താ? അങ്ങനെ OTT റിലീസിന് ശേഷം ഓവർ റേറ്റഡ് പട്ടം ലഭ്യമായി ഈ വർഷത്തിലെ മറ്റൊരു സിനിമയായിട്ട് ചിത്രം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും തിയേറ്ററുകളിലെ സിനിമ വലിയ വിജയം, ഒപ്പം തന്നെ വലിയ ലാഭമെല്ലാം തന്നെ സിനിമ നിർമ്മാതാവിന് നേടിക്കൊടുത്തതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇനി ബഡേ മിയാൻ ചോട്ടേ മിയാൻ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ, നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി വൻ ദുരന്തമായ സിനിമയാണല്ലോ ബഡേ മിയാൻ ചോട്ടേ മിയാൻ. അക്ഷയ് കുമാർ, ടൈഗർ ഷറോഫ്, ഒപ്പം തന്നെ മലയാളത്തിൽ നിന്നും വില്ലൻ വേഷത്തിൽ പൃഥ്വിരാജ് കൂടി ഒരു പ്രധാനപ്പെട്ട റോളിലെത്തിയ സിനിമ ഇപ്പോഴത്തെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിൽ സിനിമ സ്ട്രീം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ കഥാപാത്രങ്ങളുടെ അത്രത്തോളം ഇല്ല എങ്കിൽ പോലും ഒരു സൈഡിൽ കൂടി ഈ സിനിമയും ട്രോളുകൾ നേടിക്കൂട്ടുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അതും പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേരിൽ. നമ്മുടെ മലയാളി ഓഡിയൻസിൽ നിന്നാണ് പൃഥ്വിരാജിന്റെ കഥാപാത്രം കൂടുതൽ ട്രോളുകൾ നേടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിന്റെ കാരണം എന്താണ് എന്ന് സിനിമ കണ്ടാൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എന്താണ്? കാത്തിരിക്കൂ കൂടുതൽ സിനിമ വാർത്തകൾ കേട്ടാം.